നമസ്കാരം. 1980 നവംബറിലെ അഖണ്ഡജ്യോതി എന്ന പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ള വളരെ ശ്രദ്ധേയമായ ചില ആശയങ്ങളുടെ ഈ അത്യുഗ്രൻ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേവലം കുറച്ച് അച്ചടിച്ച വാക്കുകളല്ല നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്, മറിച്ച് മനുഷ്യരാശിക്ക് മുഴുവൻ വഴികാട്ടിയാകുന്ന ഒരു കിടിലൻ ആത്മീയ മാർഗരേഖയാണിത്. അപ്പോൾ ആത്മീയവും ശാസ്ത്രീയവുമായ ഈ ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ? തുടങ്ങാം, അല്ലേ? ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് വേഗത്തിൽ നോക്കാം. വേദനയുടെ പശ്ചാത്തലം, ആന്തരിക കഴിവുകളുടെ ഭൂപടം, ശാസ്ത്രവും ആത്മീയ ജ്ഞാനവും തമ്മിലുള്ള കൂടിച്ചേരൽ, പിന്നെ പുതിയ യുഗത്തിന്റെ മാറ്റം, ഇതിനെല്ലാമുള്ള സമഗ്രമായ പരിഹാരം, ഒടുവിൽ പ്രകാശത്തിന്റെ സംഗ്രഹം. ഇതൊക്കെയാണ് നാം ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വിഭാഗം, വേദനയുടെ പശ്ചാത്തലം അഥവാ ആഗോള പ്രതിസന്ധി. നോക്കൂ, ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഈ രേഖകൾ എത്ര കൃത്യമായാണ് അടയാളപ്പെടുത്തുന്നത്. സമ്മർദ്ദ നിയന്ത്രണം, അതായത് സ്ട്രെസ് മാനേജ്മെന്റ്, നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ, പിന്നെ തകരുന്ന കുടുംബ ബന്ധങ്ങൾ. ഇതൊക്കെ നമ്മൾ എല്ലാവരും ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ? സത്യത്തിൽ മനുഷ്യന്റെ ഈ ആന്തരിക പ്രതിസന്ധികൾ മനസ്സിലാകാതെ നമുക്കൊരിക്കലും ഒരു യഥാർത്ഥ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പുറത്തല്ല, നമ്മുടെ സ്വന്തം ഉള്ളിലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്: യഥാർത്ഥ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ നമ്മുടെ ഈ ആന്തരിക കഴിവുകൾ നമ്മൾ എങ്ങനെയാണ് ഒന്ന് ഉണർത്തുക? ഇതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളിനി പോകുന്നത്. രണ്ടാമത്തെ വിഭാഗം, ആന്തരിക കഴിവുകളുടെ ഭൂപടം. ഇത് ശരിക്കും വളരെ രസകരമായ ഒരു സന്തുലിതാവസ്ഥയാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ ആന്തരിക പരിവർത്തനവും സമൂഹത്തിന്റെ പുരോഗതിയും തമ്മിലുള്ള ബന്ധം. ഒരു വശത്ത് ധ്യാനം, ഇച്ഛാശക്തി, വികാരങ്ങളുടെ നിയന്ത്രണം എന്നിവയിലൂടെ നമ്മൾ നമ്മളെ തന്നെ മാറ്റുന്നു. എന്നാൽ അതവിടെ തീരുന്നില്ല. ആ വെളിച്ചം ഉപയോഗിച്ച് നാം സമൂഹത്തെയും ഉയർത്തണം. അതാണ് സ്ത്രീ ശാക്തീകരണം, മനുഷ്യന്റെ അന്തസ്സ്, ശുചിത്വയജ്ഞം എന്നിവയിലൂടെ നാം കാണുന്നത്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ നന്നാകാതെ നമ്മുടെ സമൂഹം ഒരിക്കലും നന്നാകില്ല. ഇതിനൊരു കൃത്യമായ ഓർഡർ തന്നെയുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം വരുന്നത് ഉപാസനാ സാധന എന്ന നമ്മുടെ വ്യക്തിപരമായ ആത്മീയ പരിശീലനമാണ്. ഇതിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ വ്യക്തിത്വ വികസനം സാധ്യമാകൂ. ഈ വ്യക്തിത്വ വികസനമാണ് ഒടുവിൽ ഒരു യുഗനിർമ്മാണം അഥവാ പുതിയ കാലഘട്ടത്തിന്റെ സൃഷ്ടിയിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ സ്റ്റെപ്പുകൾ നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആഗോളതലത്തിലൊരു മാറ്റം വരണമെങ്കിൽ അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇതിനെയാണ് യുഗനിർമ്മാണ യോജന എന്ന ഈ സ്രോതസ് കൃത്യമായി വിളിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. പൗരാണിക ഇന്ത്യൻ പൈതൃകത്തിന്റെ വെളിച്ചത്തിൽ ധാർമ്മികവും ആത്മീയവുമായ പുനരുജ്ജീവനത്തിലൂടെ ഈ യുഗത്തെ പുനർനിർമ്മിക്കാനുള്ള ഒരു വമ്പൻ ആഗോള പ്രസ്ഥാനമാണിത്. ശാന്തികുഞ്ച് എന്ന മഹാസ്ഥാപനമാണ് ഈ വലിയ ആത്മീയ ദൗത്യത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം, ശാസ്ത്രവും ആത്മീയ ജ്ഞാനവും ചേരുമ്പോൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, ശാസ്ത്രവും മതവും രണ്ടും രണ്ടാണെന്ന്? എന്നാൽ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ ഇതിൽ വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ വിപ്ലവകരമായ ആശയം മറ്റൊന്നാണ്. ശാസ്ത്രവും മതവും വെവ്വേറെ നിൽക്കുന്നതിനു പകരം ഇവ രണ്ടും കൂടിച്ചേരുന്ന ശാസ്ത്രീയ ആത്മീയത എന്ന അതിമനോഹരമായൊരു ആശയമാണിവിടെ അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ധ്യാനവും ശാരീരിക ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡോക്ടർ ഹെർബർട്ട് ബെൻസൺ 1975 പ്രസിദ്ധീകരിച്ച ദ റിലാക്സേഷൻ റെസ്പോൺസ് എന്ന ശാസ്ത്രീയ പ്രബന്ധം നോക്കുക. 1980 അഖണ്ഡജ്യോതിയിലെ ഈ ആശയങ്ങളുമായി അതെത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നറിയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ശാസ്ത്രത്തെയും ആത്മീയതയും ബന്ധിപ്പിക്കുന്ന പാലങ്ങളേതൊക്കെയാണെന്നറിയാമോ? ഇന്ത്യൻ സംസ്കാര ദർശനം, നമ്മുടെ ആരോഗ്യവും കായികക്ഷമതയും, അതുപോലെ അതിശക്തമായ ഇച്ഛാശക്തിയും മനഃശക്തിയും. ഡോക്ടർ അലക്സിസ് കാരലിന്റെ 1935 മാൻ ദി അൺനോൺ എന്ന പഠനം പറയുന്നതുപോലെ ഇച്ഛാശക്തിക്ക് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെപ്പോലും മാറ്റാൻ കഴിയുമെന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നോക്കുന്നതും മനസ്സ് ഏകാഗ്രമാക്കുന്നതുമൊക്കെ വെറും ഡെയിലി റുട്ടീൻ മാത്രമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വലിയ ആത്മീയ കാര്യങ്ങൾ കൂടിയാണ്. നാലാമത്തെ വിഭാഗം, പുതിയ യുഗത്തിന്റെ മാറ്റം. പുതിയൊരു യുഗം വരണമെങ്കിൽ നമ്മൾ പുറത്തു ചെയ്യേണ്ട ചില പ്രധാന കർത്തവ്യങ്ങളുണ്ട്. ഇതിലെ ആ 3 തൂണുകൾ ശ്രദ്ധിക്കുക. സ്ത്രീ ശാക്തീകരണം, മനുഷ്യന്റെ അന്തസ്സ്, പിന്നെ ശുചിത്വയജ്ഞം. ഇതൊക്കെ വെറും സോഷ്യൽ വർക്കുകളാണെന്ന് കരുതരുത്. സമൂഹത്തിൽ സ്ത്രീകൾ ആദരിക്കപ്പെടാത്തിടത്തോളം, എല്ലാവർക്കും അർഹമായ അന്തസ്സ് കിട്ടാത്തിടത്തോളം നമ്മുടെ ആത്മീയ വളർച്ച ഒരിക്കലും പൂർണ്ണമാകില്ല. പുതിയ യുഗത്തെ രൂപപ്പെടുത്താൻ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ആത്മീയ ഡ്യൂട്ടികളാണിത്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വരുന്ന ഏറ്റവും പവർഫുള്ളായൊരു ആശയമുണ്ട്:
വിചാർക്രാന്തി അഥവാ ചിന്തകളുടെ വിപ്ലവം. നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നതാണ് ഈ യുഗനിർമ്മാണ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികളെ തീരുമാനിക്കുന്നത്. ആ പ്രവൃത്തികൾ നമ്മുടെ ശീലങ്ങളാകും. ആ ശീലങ്ങളാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്തിന് ഏറ്റവും ആവശ്യം ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് നല്ല ചിന്തകൾ കൊണ്ടുള്ള ഒരു വലിയ വിപ്ലവമാണ്. 5ാമത്തെ വിഭാഗം, ഗുരുദേവന്റെ സമഗ്രമായ പരിഹാരം. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന 20ലധികം തത്വങ്ങളുടെ ഒരു വലിയ ഡീപ് സ്കാനാണ് ഈ കാണുന്നത്. വളരെ ഗംഭീരമായൊരു കണക്ഷൻ ഇതിലുണ്ട്. ഗായത്രി മന്ത്രത്തിന്റെയും അമൃതവാണിയുടെയും ആത്മീയ ശക്തി ഒരു വശത്ത്, അതുപയോഗിച്ചുള്ള ജീവിത മാനേജ്മെന്റ്, അതുപോലെ സ്വയം സഹായം അഥവാ സെൽഫ് ഹെൽപ്പ് മറുവശത്ത്. വിദ്യാർത്ഥികൾക്കുള്ള ജീവിതകലയും ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ചുരുക്കിപ്പറഞ്ഞാൽ, ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിൽ വ്യക്തമായ പരിഹാരമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന്റെ ഒറ്റ ലക്ഷ്യമെന്താണെന്നറിയാമോ? പുതിയ യുഗത്തിന്റെ ആഗമനം. അതായത് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കൽ. സ്വർഗമെന്ന് പറയുന്നത് മരിച്ചുകഴിഞ്ഞാൽ പോകുന്ന വേറേതോ ഗ്രഹമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മാറ്റി നല്ല ചിന്തകൾ വഴി നന്നാകുമ്പോൾ നാം ജീവിക്കുന്ന ഈ ഭൂമി തനിയൊരു സ്വർഗമായി മാറും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ പുതിയ യുഗത്തിന്റെ ആഗമനം എന്നു പറയുന്നത്. 6ാമത്തെ വിഭാഗം, പ്രകാശത്തിന്റെ സംഗ്രഹം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പഠനത്തിലൂടെ നാം എന്തൊക്കെയാണ് മനസ്സിലാക്കിയതെന്ന് ഒന്നുകൂടി ചുരുക്കത്തിൽ പറയാം. നമ്മൾ ആധുനിക മനുഷ്യന്റെ മാനസിക വേദനകളെ മനസ്സിലാക്കി, അത് പരിഹരിക്കാനുള്ള ആന്തരിക കഴിവുകൾ കണ്ടെത്തി, ശാസ്ത്രവും ആത്മീയതയും ഒന്നുതന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ നമ്മളിലുണ്ടാകേണ്ട ഒരു വിചാർക്രാന്തിയെക്കുറിച്ചും പഠിച്ചു. നമ്മുടെ സ്വന്തം ജീവിതം അടിപൊളിയായി കൊണ്ടുപോകാൻ ഈ ആത്മീയ ശാസ്ത്രീയ മാർഗരേഖ തീർച്ചയായും നമ്മെ സഹായിക്കും. ഈ പഠനം നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യുഗനിർമ്മാണത്തിനായുള്ള പ്രസ്ഥാനം നാളെ കെട്ടിപ്പടുക്കാൻ ഇന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളെങ്ങനെ രൂപപ്പെടുത്തും? ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ചിന്താവിപ്ലവമായി മാറട്ടെ എന്നാശംസിക്കുന്നു. ഇന്നത്തെ ഈ പഠനം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.